Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കോളൂ. ആൻഡ് നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റിന് ചേഞ്ച് ഒന്നുമില്ല. August 14th, 2021 തന്നെയാണ് എക്സാം എന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കീപ്പ് അപ്പ് യുവർ സ്പിരിറ്റ് ആൻഡ് ഡു ഫോക്കസ് യുവർ എക്സാം കേരള സെറ്റ് 2021. ആൻഡ് ഇപ്പം നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് 2017 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അതും പാർട്ട് 3 ആണ്. സോ പാർട്ട് 1ഉം 2ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനും നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 12 പ്ലേലിസ്റ്റ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ട് പോകാവുന്ന കുറേ അധികം വീഡിയോസ് ഉണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 95% ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രാക്ടീസിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത 20 പാർട്സിൻ്റെ ഒരു സീരീസ് ഉണ്ട്. അത് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2020, 2019, 2018 എല്ലാത്തിൻ്റെയും രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതും നല്ല എലാബറേറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞു പോകുന്നത്. സോ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. സോ ഡു ചെക്ക് ഔട്ട് ഓൾ ദി വീഡിയോസ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് today's session and we are going to discuss 6 questions from 2017 question paper February session. Okay, so moving to the first question, which is not a major element in situated learning? Options are option A content, option B context, and option C community, and option D supervision. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ഓഡ് 1 ആയിട്ട് നിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സൂപ്പർവിഷൻ. ആൻഡ് ബാലൻസ് എ ബി സി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? ഞാൻ നിങ്ങളോട് ഇത് എൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ടൈപ്പ് ഓഫ് ലേണിംഗ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് സിറ്റുവേറ്റഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആ ഒരു സിറ്റുവേറ്റഡ് ലേണിങ്ങിൻ്റെ 3 എലമെൻറ്റ്സ് ആണ് കോണ്ടൻറ്റ്, കോണ്ടെക്സ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ അവിടെ ഓഡ് 1 ആയിട്ട് നിൽക്കുന്നത് സൂപ്പർവിഷൻ തന്നെയാണ്. സോ വി ആർ ഗോയിങ് ടു ലോക്ക് ഓപ്ഷൻ ഡി, that is supervision, and that is the answer. Okay, so now let's check out question number 2. Okay, teaching approach to problem solving, learning or discovery that employs a practical method, not guaranteed to be optimal but sufficient for immediate goal. Options are option A project method, option B heuristic method, and option C discovery method, and option D supervised method. ഇവിടെ എൻ്റെ സ്റ്റുഡൻസിന് പറ്റുന്ന അബദ്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ടേം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ആൻസർ ഓപ്ഷൻ സി ആണെന്ന് പറയും. പക്ഷേ നിങ്ങളോട് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാൻ പറയുന്ന കാര്യം എന്താണ്? ടുവേർഡ്സ് ദ എൻഡ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് 2 ആക്കി ഹാഫ് ആക്കിയിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എൻഡ് പോർഷനിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് പോർഷനിൽ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ഗോൾ. ഇമ്മീഡിയറ്റ് ഗോളിലാണ് അവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു പ്രൊജക്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം. പ്രൊജക്റ്റിന് വേണ്ടി നടത്തുന്ന ഒരു മെത്തേഡാണ് പ്രൊജക്റ്റ് മെത്തേഡ്. ഓക്കെ, നമ്മളൊരു പ്രൊജക്റ്റ് ത്രൂ ഔട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പ്രൊജക്റ്റ് മെത്തേഡ്. ആൻഡ് ഇനി ഡിസ്കവറി മെത്തേഡ് ആണെങ്കിലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചകഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് തേടി നടക്കുക, അതിനെയാണ് ഡിസ്കവറി മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു ഇവിടെ ഡിസ്കവറി എന്ന് പറയുന്ന ടേം ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും സെക്കൻഡ് പോർഷനിലാണ് ഇതുപോലെയുള്ള ടേംസ് അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ടേംസ് സെക്കൻഡ് പോർഷനിലുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ സെക്കൻഡ് പോർഷനിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ദാറ്റ് ടേം. ഓക്കെ, ആൻഡ് അപ്പോൾ ഡിസ്കവറി മെത്തേഡ് എല്ലാം നമുക്ക് മനസ്സിലായി. ആൻഡ് സൂപ്പർവൈസ്ഡ് മെത്തേഡ് എന്താണ്? ഒരാളെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. കാരണം ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ പറയുന്ന കാര്യമാണ്, അതായത് ഇറ്റ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്. നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടീച്ചിങ് അപ്രോച്ചാണ്. അതും ദാറ്റ് എംപ്ലോയ്സ് എ പ്രാക്ടിക്കൽ മെത്തേഡ്, നോട്ട് ഗ്യാരണ്ടീഡ്. ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ് പക്ഷേ ഗ്യാരണ്ടീഡ് അല്ല, അതും ഒപ്റ്റിമൽ അല്ല.
പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യമായിട്ടാണ് ഈ ടേം കേൾക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു സെൻറ്റൻസ് നോട്ട് ചെയ്യണം. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്, ലേണിംഗ് ഓർ ഡിസ്കവറി ദാറ്റ് എംപ്ലോയ് എ പ്രാക്ടിക്കൽ മെത്തേഡ് നോട്ട് ഗ്യാരണ്ടീഡ് ടു ബി ഒപ്റ്റിമൽ ബട്ട് സഫിഷ്യൻറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ഗോൾ. ഇമ്മീഡിയറ്റ് ഗോൾ എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കീ പോയിൻറ്റ്. ഓക്കെ, സോ അതൊന്ന് മാർക്ക് ചെയ്തിട്ടോളൂ, അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ, ഹൈലൈറ്റ് ചെയ്തിട്ടോളൂ. അണ്ടർസ്റ്റുഡ്? സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സീനിയർ ടീച്ചർ ആൻഡ് എ ന്യൂ ടീച്ചർ based on mutual desire for development towards career goal and objectives is known as. So ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സീനിയർ ടീച്ചർ ആൻഡ് എ ന്യൂ ടീച്ചർ ബേസ്ഡ് ഓൺ എ മ്യൂച്വൽ ഡിസയർ ഫോർ ദ ഡെവലപ്മെൻറ്റ് ടുവേർഡ്സ് ദ കരിയർ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ന്യൂ ടീച്ചറിൻ്റെ കരിയർ ഗോൾസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്, ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ മെൻറ്ററിങ്, ഓപ്ഷൻ ബി ഗൈഡൻസ്, ഓപ്ഷൻ സി പ്രൊഫഷണൽ കൊളാബറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി supervised training. So here the answer will be option A, that is mentoring. സോ മെൻറ്ററിങ് എന്ന് പറയുന്നത് തന്നെയാണ്. മെൻറ്ററിങ് എന്ന് പറയുന്നത് നമ്മളൊന്ന് കൈ പിടിച്ച് കയറ്റുക എന്നെല്ലാം പറയില്ലേ, ആ ഒരു ഫ്രേസിനോട് യോജിക്കുന്ന ഒരു വേർഡാണ് മെൻറ്ററിങ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ വിത്ത് എ ഗോൾ ഓഫ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ബോത്ത് നമ്മളുടെ പ്രൊഫഷണൽ കരിയറിലും അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു മെൻറ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെൻറ്റർ ഇസ് എ യൂഷ്വലി ആൻ എക്സ്പീരിയൻസ്ഡ് ഇൻഡിവിജ്വൽ ഹു ഷെയർസ് നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് അഡ്വൈസ് ലെസ് എക്സ്പീരിയൻസ്ഡ് ഓർ മെൻറ്റി. അതായത് ഇപ്പം നമ്മളൊരു മെൻറ്റിയാണ്, അതായത് നമ്മൾക്ക് ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു പേഴ്സണാണ്, നമ്മളിപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ സീനിയർ മോസ്റ്റ് ലെക്ചറിനെ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ടീച്ചറിനെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് നല്ല കാര്യങ്ങളും നമ്മളുടെ പ്രൊഫഷണൽ കരിയറിൽ നമ്മൾക്ക് വരാവുന്ന ഗ്രോത്തിനെ പറ്റിയും, ഇപ്പോൾ നിങ്ങൾ PhD ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഗൈഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയെയാണ് മെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ മെൻറ്റി, MENTEE എന്നാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മെൻറ്ററിങ് എന്നുള്ള ഒരു ടേം എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഗൈഡൻസ് എല്ലാം ഈ ഒരു മെൻറ്ററിങ്ങിൽ വരുന്ന ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ്. ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു അഡ്വൈസ് കൊടുക്കുക, ഒരു ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് പ്രൊഫഷണൽ കൊളാബറേഷൻ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊളാബറേഷൻ കേട്ടിട്ടുള്ളത് യൂട്യൂബിലായിരിക്കും. കാരണം യൂട്യൂബിൽ നമുക്കറിയാം ഓരോ ചാനൽ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് മറ്റൊരു ചാനലായിട്ട് കൊളാബറേഷൻ നടത്തി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് പേജുകളായിട്ട് അവർ കൊളാബറേഷൻ നടത്തി ഒരു വീഡിയോ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ കുറേ കേട്ടിട്ടുണ്ടാവില്ലേ. സോ അത് തന്നെയാണ് പ്രൊഫഷണൽ കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It requires participants to meet regularly and take the time to develop professional collective responsibility. Effective collaboration call for interdependence and for the participants to be accountable for their own learning while supporting the learning of others. ഒരാൾ പഠിക്കുക മാത്രമല്ല മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഈ പ്രൊഫഷണൽ കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സൂപ്പർവൈസിങ് ട്രെയിനിങ്. അത് നമുക്കറിയാം എന്താണ് സൂപ്പർവൈസിങ് ട്രെയിനിങ്. നമ്മൾ മറ്റൊരാളെ സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെയാണ് സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. Okay, instructional experiences which make acquisition of knowledge and skill more efficient, effective and appealing is known as. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷണൽ എക്സ്പീരിയൻസസ് വിച്ച് മേക്ക് അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ. ഓക്കെ, സോ ഇവിടെ
ആൻസർ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഡിസ്കവറി ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, കരിക്കുലം ഡിസൈൻ ആൻഡ് ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് 2 ലേണിംഗ് അറിയണ്ടാവും. കാരണം ഡിസ്കവറി ലേണിംഗ് ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്ത് നടത്തുന്ന ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഡിസ്കവറി ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്ന കരിക്കുലം ഡിസൈൻ നമ്മൾ കൂടുതലായിട്ട് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷനിലായിരിക്കും കേട്ടിട്ടുള്ളത്. അതായത് അതൊരു പ്ലാനിങ് പീരീഡ് ആണ്. വെൻ ആൻ ഇൻസ്ട്രക്ടർ ഓർഗനൈസ് ദ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ്സ് ഫോർ ദെയർ കോഴ്സ്. അവരുടെ കോഴ്സിന് എങ്ങനെയുള്ള രീതിയിൽ എത്രയൊക്കെ യൂണിറ്റ്സ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാനിങ് നടത്തുന്ന ആ ഒരു ഡിസൈനെയാണ് കരിക്കുലം ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കരിക്കുലം ഡിസൈൻ ഇൻവോൾവ്സ് പ്ലാനിങ് ആക്ടിവിറ്റീസ്, reading lessons and assessment that desire and to achieve educational goal. ഒരു എഡ്യൂക്കേഷൻ ഗോൾ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് കരിക്കുലം ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ എന്നുള്ളത്. നമുക്കതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് മെറ്റീരിയൽ ഇൻ എ മാനർ ദാറ്റ് റിസൾട്ട്സ് ഇൻ അക്യൂസിഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ. ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് നമ്മൾക്ക് കുറച്ച് നോളജും അല്ലെങ്കിൽ നോളജും സ്കിൽസും ഒരുപോലെ തന്നെ അക്യൂസിഷനും ചെയ്യാം, അതുപോലെ തന്നെ അപ്ലൈയും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് the discipline follows a system of assessing needs, designing a process, developing material and evaluating their effectiveness. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അവിടെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അത് ആദ്യം നമ്മൾ നീഡ്സ് അസസ് ചെയ്യണം, നമ്മൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് അസസ് ചെയ്യണം. പിന്നെ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ദെൻ ഡെവലപ്പിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഇവാലുവേറ്റിംഗ് ദെയർ എഫക്റ്റീവ്നെസ്. ഇത്രയും കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ കിട്ടും. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ ക്ലിയർ ടു യു, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. Process through which adds support for the students in order to enhance learning and aid in mastery of task. So, what is the term known as എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളോട് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ 4 ടോപ്പിക്സും അല്ലേ. മാസ്റ്ററി ലേണിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, അഡ്വാൻസ് ഓർഗനൈസർ നോക്കിയിട്ടുണ്ട്, ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് പഠിച്ചിട്ടുണ്ട്, ആൻഡ് റെസിപ്രോക്കൽ ടീച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് മാസ്റ്ററി ലേണിംഗ് എന്താണെന്നുള്ളത് നോക്കാം. മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി പഠിച്ചു, അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പോകുന്നതിനെയാണ് മാസ്റ്ററി ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബികോം പഠിച്ചു, അത് കഴിഞ്ഞ് ഞാൻ എംകോം പഠിക്കുന്നു. സോ അതാണ് അവിടെ മാസ്റ്ററി ലേണിംഗ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അഡ്വാൻസ് ഓർഗനൈസർ ആരാ പ്രൊപ്പൗണ്ട് ചെയ്തതെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഡേവിഡ് ഒസബെല്ല ആണ് 1968 പ്രൊപ്പൗണ്ട് ചെയ്തത്. ഈ ഒരു അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ ആണ് വിച്ച് പ്രസൻറ്റഡ് ഇൻ അഡ്വാൻസ് ഇൻ എനി ഫോമാറ്റ് ഓഫ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ഓർ ഹൈപ്പർ മീഡിയ. എല്ലാ സ്റ്റുഡൻസിനും ഒരു ഡൗട്ട് വരുന്ന ഒരു സെഷനാണ് അഡ്വാൻസ് ഓർഗനൈസർ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് അതൊരു റെലവൻ്റ് ആയിട്ട് നമ്മളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കുട്ടികൾക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് ചിലപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ഫോമിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പിക്ചേഴ്സിൻ്റെ ഫോമിലായിരിക്കും നമ്മൾ കുട്ടികൾക്ക് അഡ്വാൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ റെലവൻറ്റ് ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ പ്രസൻറ്റഡ് ഇൻ അഡ്വാൻസ് ടു ദി സ്റ്റുഡൻസ്. Okay, instructor may use an advanced organizer to present a framework for module content. So that's it. അതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി ദാറ്റ് ഈസ് ദ ആൻസർ, ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ്. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് നമുക്കറിയാം. കാരണം ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വേർഡ് ആഡ്സ് സപ്പോർട്ട് എന്നുള്ളതാണ്.
It is a process through which adds support for the students in order to enhance learning and aid in mastery of task. കുറച്ച് കുട്ടികൾക്കെങ്കിലും മാസ്റ്ററി എന്ന് സെക്കൻഡ് പോർഷനിൽ കണ്ടപ്പോൾ മാസ്റ്ററി ലേണിംഗ് എന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ കീവേഡ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ആഡ് സപ്പോർട്ട് എന്നുള്ള ആ ഒരു കീവേഡിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഈ ഒരു മാസ്റ്ററി ഓഫ് ടാസ്ക് എന്നുള്ളത് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ തന്നിട്ടുള്ളതാണ്. സോ ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിങ്ങിൻ്റെ കറക്റ്റായിട്ടൊരു ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാൻ പറയുന്നത്. സോ ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് ടീച്ചർ ആഡ് സപ്പോർട്ട് ഫോർ ദി സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ലേണിംഗ് ആൻഡ് എയ്ഡ് ഇൻ മാസ്റ്ററി ഓഫ് ടാസ്ക്. Teacher does this by systematically building on students' experiences and knowledge as they learning new skill. പുതിയ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റി ഇൻ വിച്ച് സ്റ്റുഡൻസ് ബിക്കം ടീച്ചർ ഇൻ സ്മോൾ ഗ്രൂപ്പ് റീഡിങ് എ സെഷൻ. അതൊരു ഇൻ്റർചേഞ്ച് ആണ്. റെസിപ്രോക്കൽ, ടീച്ചർ സ്റ്റുഡൻ്റ് ആവുകയും സ്റ്റുഡൻറ്റ് ടീച്ചർ ആവുകയും ചെയ്യുന്ന ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർചേഞ്ചിനെയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഇസ് നോൺ ആസ് ഫോർ തിയറി ഓഫ് കണ്ടീഷൻ ഓഫ് ലേണിംഗ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റോബർട്ട് ഗാഗ്നി, ഓപ്ഷൻ ബി ഡേവിഡ് ഒസബൽ, ആൻഡ് ഓപ്ഷൻ സി ഹെൻറി, ആൻഡ് ഓപ്ഷൻ ഡി നൗം ചോസ്കി. റോബർട്ട് ഗഗൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് who is well known for condition of learning. Gagny suggested that there are 5 primary categories of learning, which includes intellectual skill, cognitive strategies, motor skill, verbal information and overall attitude. ഈ 5 ടേംസ് എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം. റോബർട്ട് ഗാഗ്നി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ഹൈഫൺ കൊടുക്കുക, അവിടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് എന്ന് എഴുതുക, ദെൻ ഒരു ഹൈഫൺ വെൽ നോൺ ഫോർ കണ്ടീഷൻ ഓഫ് ലേണിംഗ് എന്ന് കൊടുക്കുക. ആൻഡ് ദ 5 പ്രൈമറി കാറ്റഗറീസ് ഓഫ് ലേണിംഗ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റലക്ച്വൽ സ്കിൽസ്, കോഗ്നേറ്റീവ് സ്ട്രാറ്റജീസ്, മോട്ടോ സ്കിൽസ്, വെർബൽ ഇൻഫർമേഷൻ ആൻഡ് ഓവറോൾ ആറ്റിറ്റ്യൂഡ്. ഈ 5 പോയിൻറ്റ്സ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കണം. കാരണം ഇനി നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രൈമറി കാറ്റഗറി ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ റോബർട്ട് ഗാഗ്നി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, so I hope these questions are all clear to you. So with this note we are concluding. So let's see in the next video. Till then, work hard and study well. That's it. Thank you.